ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ പല ഘട്ടങ്ങളിലായി വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞതാണ് ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ആ ബന്ധം ഉപേക്ഷിക്കുന്നു ഇന്ത്യ സഖ്യവുമായി. വിവരങ്ങൾ ബൽറാം. ആം ആദ്മി പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്ന നിലപാട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല തങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യം വിട്ടിരിക്കുന്നു എന്ന നിലപാട് അവർ ഇപ്പോൾ അറിയിക്കുകയാണ്. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രൂപീകരിച്ചൊരു മുന്നണി എന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശദീകരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചതാണ് ആം ആദ്മി പാർട്ടി. പല ഘട്ടങ്ങളിലും കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് അവർ തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം കോൺഗ്രസും BJPയും തമ്മിലാണ് രഹസ്യധാരണ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പല ഘട്ടങ്ങളിലായി തുറന്നു പറഞ്ഞ വിയോജിപ്പ് ഒടുവിൽ ഇപ്പോൾ സഖ്യം വിടുന്നതായി വ്യക്തമാക്കുന്നു, അല്ലേ? ഉന്മേഷ്, കഴിഞ്ഞ ഹരിയാന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് സാഹചര്യം മുതൽ തന്നെ ഇന്ത്യ സഖ്യവുമായി ആം ആദ്മി പാർട്ടി അകന്ന് ഇരിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസിന്റെ സമീപനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ പ്രതിഷേധം പലതവണ അറിയിച്ചത്. ആ ഒരു അകൽച്ച ഏതാണ്ട് സഖ്യം വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വ്യക്തമാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസും മറ്റ് 15 പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കത്തിൽ നിന്നും ഒപ്പുവെക്കാതെ വിട്ടുനിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തത്. തുടർന്ന് ഒറ്റയ്ക്ക് ആം ആദ്മി പാർട്ടി കത്ത് നൽകിയിരിക്കുന്നു. തുടർന്നാണ് പാർട്ടിയുടെ ദേശീയ വക്താവ് നടത്തിയിരിക്കുന്ന നിലപാട്. അത് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലപാട്. ഒപ്പം തന്നെ യഥാർത്ഥ സഖ്യം നിലവിലുള്ളത് BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടി വക്താവ് അനുരാഗ് ദണ്ഡ ആരോപിക്കുന്നത്. മോദിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പകരമായി ഗാന്ധി കുടുംബത്തെ, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ജയിലിലേക്ക് പോകാതെ BJP സംരക്ഷിക്കുകയാണ് എന്നും കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം BJPയെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.